നമസ്കാരം, ഞാൻ മൃണാൾ. എല്ലാ അറബ് രാജ്യങ്ങളിലും ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടാവും. വലിയൊരു പള്ളിക്ക് ചുറ്റും കുറച്ച് സ്ഥലമൊക്കെ ആയിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനപ്പുറത്ത് ഷോപ്പിംഗ്. വലിയ വലിയ വീട്ടിലെ ആൾക്കാർ മുതൽ നല്ല ഫ്രൂട്ട്സും പച്ചക്കറികളും മീറ്റും മീനും ഒക്കെ കിട്ടാൻ ഇവിടെ വരും. പക്ഷെ നമ്മൾ മലയാളികൾക്ക് നാട്ടിൽ പോകാൻ നേരത്ത് ഹോൾസെയിലായിട്ട് പല സംഭവങ്ങൾ പണ്ട് വാങ്ങിക്കാനുള്ളൊരു ഏർപ്പാടായിരുന്നു ഇത്. ഇന്നിപ്പോൾ പലരും സൂപ്പർ മാർക്കറ്റിലേക്ക് മാറ്റി. എന്നാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഷോപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവുള്ള ആൾക്കാരുണ്ട് നാട്ടിൽ പോകാൻ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ നടുവിൽ ഇതുപോലത്തെ ഒരു റെസ്റ്റോറൻറ്റും പലപ്പോഴും ഉണ്ടാവും. Which is better? Sibeti. This is better. Shim. Yeah, I love it. Shim. Yeah. Thanks. അയാൾക്കറിയുന്ന ഒരു ഭാഷ എനിക്കറിയില്ല, എനിക്കറിയുന്ന ഒരു ഭാഷ അയാൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആംഗ്യ ഭാഷയിലും തൊട്ട് കാണിച്ചിട്ടൊക്കെയാണ് പരിപാടി നടക്കുന്നത്. എത്ര രൂപയാണെന്നറിയില്ല. എൻ്റെ കയ്യിലൊരു 90 KD കാണുമായിരിക്കും. അതിനുള്ളിൽ നിന്ന രക്ഷപ്പെട്ട്. ഇവിടെയാണ് എൻ്റെ മീൻ പൊരിക്കുന്നത്, ഗ്രില്ല് ചെയ്യുന്നത്. അവിടെ ഇവിടെ ബ്രെഡ് ഉണ്ട്, ഒരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ എന്താ നടക്കുന്നത്? ഇങ്ങനെ ക്യാഷ് വാങ്ങുമായിരിക്കും, ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഇങ്ങനെ ഭക്ഷണമാണ്. ഈ റൈസ്, ഇനി കറി, ഇനി റൊട്ടി, ഇതെത്ര വേണേലും കിട്ടും തോന്നുന്നു. ഇനി ചെറിയ മീൻ വരുന്നിടത്ത് വെച്ച് കാണാം. ഇതൊരു സ്മെല്ലാന്നറിയോ? എനിക്ക് മനസ്സിലാവാത്ത ഒരു പുളിയുടെ സ്മെല്ലുണ്ട് ഇതിന്. പണ്ട് അമ്മമ്മ നെല്ലിക്കയും പുളിയൊക്കെ ചേർത്തിട്ട് മീൻ വറ്റിക്കുമായിരുന്നു, മത്തി. അതിൻ്റെ ഒരു സ്മെല്ല്. ഫ്രഷ് ക്രീമി മീനാണ്. ഇത് സൗദി അറേബ്യയിലെ പോലെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഗ്രില്ല് ചെയ്തതല്ലേ. പ്രോപ്പർ മസാല ഇതിൻ്റെ മുകളിലുണ്ട്. ഗ്രിൽഡ് ഈ ലൈം അടക്കം ഗ്രിൽഡാണ്. എന്ത് തീർന്നില്ലെങ്കിൽ ഈ മീൻ ഞാനിത് തീർന്നു, അതിനൊരു സംശയം വേണ്ട. ഓക്കെ, മുള്ള് എല്ലാം എടുത്ത് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി മീൻ മാത്രമേ ഉള്ളൂ. ഒരു കയ്യിൽ ക്യാമറ പിടിച്ച് പണിയെടുക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. റൊട്ടി ചൂടായിരിക്കുമ്പോൾ മാത്രമേ അതിന് പതുപതുപ്പുണ്ടാവുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ റൊട്ടി പണങ്ങും. സാധാരണ എല്ലാവരും ചൂടാകുമ്പോഴല്ലേ പണങ്ങാം. റൊട്ടി നേരെ തിരിച്ച. നമ്മുടെ നാട്ടിൽ വലിയൊരു സ്കോപ്പുള്ള സംഭവമാണ് ഗ്രിൽ ഫിഷ്. ഒരുപാട് പേര് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് അത് കാരണം കുത്തുവാള എടുത്തിട്ടുണ്ട്. ഓരോ മീനും ഓരോ ഫ്ലേവർ ആയതുകൊണ്ട് കുറേ കാലത്തേക്ക് മടുക്കാതെ കൊണ്ടുനടക്കാൻ പറ്റും. ഡെയിലി കഴിച്ചാലും വേറെ വേറെ ഫ്ലേവർ കിട്ടുമല്ലോ. മുള്ളാണോ? മുള്ളേ ഇങ്ങനെ മാറ്റി നിർത്തിയാലേ പിന്നെ നിനക്കെന്താ ഇവിടെ കാര്യം? ഒരു തവണ പോകാൻ പറഞ്ഞവന് പോകണം. പിന്നെ ഇവിടെ മനുഷ്യനക്കടുത്ത് നിർത്തരുത്. ഇവിടെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫ്രണ്ട് മുള്ളിനെ പറഞ്ഞത് പിന്നെ ഇഷ്ടപ്പെട്ടില്ല. ശരി, എല്ലാവർക്കും ഉണ്ട് അസോസിയേഷൻ. നമ്മൾ തീറ്റപ്രാന്തന്മാർക്ക് മാത്രം അസോസിയേഷൻ ഇല്ല. എന്താ ചെയ്യുക? നമ്മൾ ചോദിക്കാനും പറഞ്ഞ ആരുമില്ല. ഭക്ഷണം കഴിച്ച് കൊളസ്ട്രോൾ വരും, BP വരും, അത് വരും, ഇത് വരും എന്ന് വരെ ആളുണ്ട്. ഭക്ഷണം കഴിക്കുന്നവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരു സർക്കാരുണ്ടോ? പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് കുവൈറ്റ് ഗവൺമെൻറ് ഈ ഫുഡിൻ്റെ ചെക്കിങ് ചെയ്യുന്ന ആൾക്കാരില്ല, ഒരു വൻ സ്ട്രോങ് ആണെന്ന് പറയുന്നത്. ഫുഡിൻ്റെ ക്വാളിറ്റിയിലും അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ കള്ളത്തരം കണ്ടുപിടിച്ചാലും ഭയങ്കര പ്രശ്നമാണ്. ഇത് വെറുതെ വിടൂല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി സൂപ്പർ ഗുഡ്. എത്ര ചെറിയ കടയിൽ പോയാലും എത്ര വലിയ കടയിൽ പോയാലും നമുക്കൊരു മിനിമം ക്വാളിറ്റി ഉറപ്പാണ്. ആ മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ രാജ്യത്തെ ഒരു മാക്സിമം ക്വാളിറ്റിയുടെ അടുത്തായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് മീൻ പിടിക്കും, എന്നിട്ട് ഏറ്റവും നല്ല മീനെല്ലാം എക്സ്പോർട്ട് ചെയ്യും. ബാക്കിയുള്ള മീൻ നമുക്ക് വെക്കും. നമ്മുടെ രാജ്യത്ത് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലൊക്കെ ബീഫ്, വീട്ടിലും ബീഫ് ബ്രീഡുകളുണ്ട്. നല്ല എക്സ്പോർട്ട് ചെയ്യും. ഈ എക്സ്പോർട്ട് വാങ്ങുന്നവർക്ക് വേണ്ടാത്തത്, കുറേ ആൾക്കാർക്ക് വേണ്ടാത്തത് നമുക്ക് വെക്കും. മീനൊരു ലൈമിൻ്റെ ഒരു കുറവുണ്ട്.
ലൈം പോലും ഓവറായിട്ട് മീനിൻ്റെ ടേസ്റ്റ് പോകാൻ. അതിൽ മീനിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്ലേവർ പുളി തന്നെയാണ് ഫസ്റ്റിൽ. ഒരു സംഭവം മറന്നുപോയി, കൈ കൊണ്ട് മിക്സ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ കൈ എത്തൂല, കയ്യിൽ ഫ്രണ്ടിൽ മീനല്ലേ. ഇത്തിരി പുളി വേണം. ഈ അറബി നാടുകളിൽ നിന്നുള്ള ഇങ്ങനത്തെ വീഡിയോകളും അതുപോലെ ചില ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന ചില ഗംഭീരമായിട്ടുള്ള കുക്കിംഗ് റെസിപ്പീസൊക്കെ കാണുമ്പോഴേ നമുക്ക് തോന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായിലും അബുദാബിയിലും ഷാർജയിലും ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, സൗദി എല്ലായിടത്തും പോയിട്ടുള്ളവരൊക്കെ ഇതൊക്കെ കഴിച്ച് ഭയങ്കര സംഭവമായിട്ട് സുഖമായിട്ട് അവിടെ കഴിയാന്ന്. പക്ഷെ പലരുടെയും സാമ്പത്തിക അവസ്ഥ ഇങ്ങനത്തെയൊക്കെ സ്ഥലത്ത് പോകുന്നത് ഇന്ന് അവരൊരുപാട് പുറകോട്ട് കൊണ്ടുപോകും. ഇത്രയും പൈസ ചിലവാക്കാൻ ചിലപ്പോൾ അവരുടെ കയ്യിൽ കാശുണ്ടായത് വരും, എന്നാലും ആ പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ ആ കാര്യം കൂടെ നടക്കില്ലേ എന്ന് വിചാരിച്ചത് വേണ്ടാന്ന് വെക്കുന്നവരാണ് കൂടുതലും ഉണ്ടാവുക.